ഫഹദിൻ്റെ റോള് കുറേ ഉണ്ട്. ഫഹദ് നമുക്ക് ചെറിയ റോളാണെന്ന് തോന്നുന്നു, പക്ഷേ കംപ്ലീറ്റ് ഫഹദ് കുറേ ഫഹദിൻ്റെ ആക്ഷൻ സൂപ്പറാണ്. പിന്നെ പ്രത്യേകിച്ച് കുറച്ച് ലാഗായി പോയി, പക്ഷേ ആക്ഷൻ സീസൺ കമ്പാരിറ്റീവ്ലി നല്ല എനിക്കറിയില്ല, ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ടായി ഈ പടം കാണുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു എനർജിയാണ് കിട്ടുന്നത്. അത് തിയേറ്ററിൽ തന്നെ മസ്റ്റ് വാച്ചാണ്. നമ്മൾ ഒരു കാലത്ത് പവർ പാക്കാണ്. ഈ ലക്ഷ്മി അമന്താനൊക്കെ അവാർഡ് കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, എന്തായിരുന്നു? രശ്മിക, ഇതിപ്പോൾ രശ്മിക, പിന്നെ അതുപോലെ തന്നെ അല്ലു, പിന്നെ ഫാഫ, അവരുടെയൊക്കെ ഒരു സ്ക്രീൻ പ്രസൻസ് തന്നെ കാണും. നമ്മൾ തിയേറ്ററിൽ കാണുമ്പോൾ ഇതിൽ തിയേറ്ററിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് പ്രത്യേക ഒരു എനർജിയും ഒരു എന്തോ ഒരു ഫീലും നമുക്ക് എന്തോ ഒരു പവർ പാക്കാണ് നമുക്ക് ഈ പടം കാണുന്നത്. പുഷ്പ ഫയർ തന്നെയാണോ? പുഷ്പ ഫയർ തന്നെയാണോ? എൻ്റെ ഒരു ഇതാണ് ഞാൻ കാരണം കാലഘട്ടം കുറച്ച് രജിസ്റ്റർ ചെയ്യാനകത്ത് കുറച്ച് മിസ്റ്റേക്കുകൾ ഉണ്ടായിട്ടുണ്ട്. അത് വളരെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. കാരണം ഇത്രയും വലിയൊരു പാൻ ഇന്ത്യൻ സിനിമ എടുക്കുമ്പോൾ അതിൻ്റെ ഡയറക്ടർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് വലിയൊരു പ്രശ്നമാണോ? വലിയൊരു പ്രശ്നമൊന്നല്ല, ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ശ്രദ്ധിക്കണമായിരുന്നു. കാരണം കാലഘട്ടം രജിസ്റ്റർ ചെയ്യുമ്പോൾ കാലഘട്ടത്തിൽ കുറച്ച് കാരണങ്ങൾ, കുറച്ച് ടൂൾസുകൾ ഉപയോഗിച്ചതിൽ കുറച്ച് ലോജിക്ക് പ്രശ്നങ്ങളുണ്ട്. അത് ശ്രദ്ധിക്കണമായിരുന്നു. പടം അടിപൊളിയാണ്. ഫസ്റ്റ് ഹാഫ് തുടങ്ങിയിട്ട് സെക്കൻഡ് ഹാഫിലേക്ക് കടന്ന് ഫഹദ് സീൻ കഴിയുമ്പോഴത്തേക്കും പടം കയ്യിൽ നിന്ന് പോകുന്നതായിട്ട് ഒരു നമുക്ക് ഫീൽ ആവുന്നുണ്ട്. പക്ഷേ പടം ഒരു രക്ഷയില്ല, മാസ് ക്ലാസ് എല്ലാം കൂടെ മിക്സ് ചെയ്താണ്. കുറച്ച് ഈ പറഞ്ഞ പോലെ സ്നേഹവും പാസവും ഒക്കെ കുറേ ലാസ്റ്റ് ക്ലൈമാക്സിൽ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് കുറയ്ക്കാമായിരുന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. പടം ഹിറ്റാവുമെന്നുള്ള കാര്യം ഉറപ്പാണ്. നല്ല പടമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. അല്ലു അർജുൻ ഫാൻ ഇഷ്ടപ്പെടുന്ന രീതി തന്നെയാണ് പടം. ലോജിക്ക് പ്രശ്നം ഭയങ്കരമായിട്ട് കടിക്കേണ്ട, അത് പ്രേക്ഷകർ കണ്ടിട്ട് അവർ പറയട്ടെ. ഞാൻ എൻ്റെ ഒപ്പീനിയൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. കാരണം പടം ഹിറ്റാവും, അത് ഉറപ്പാണ്. കുറച്ച് പ്രശ്നങ്ങളുണ്ട്. 2000 കോടി കളക്ട് ചെയ്യും. 2000 കോടിയൊന്നുമില്ല, ഇതൊരു 600-700 കോടിക്കകത്ത് തീരാനുള്ള കേസേ ഉള്ളൂ, അത്രേ ഉള്ളൂ. കാരണം പുഷ്പ 3യിലേക്ക് നമുക്ക് കാണാൻ വെയിറ്റിംഗ് ആണ്. പക്ഷേ പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫഹദ് ഫാസിൽ ഒരു രക്ഷയില്ല. അതുപോലെ തന്നെ ഫഹദ് ഫാസിൻ്റെ കൂടെ അല്ലു അർജുൻ പിടിച്ചു നിൽക്കാൻ പെടുന്ന പാട് ഭയങ്കര നല്ലത്, കഷ്ടപ്പെടുകയാണ്. കാരണം അത്രയും പവർഫുൾ ക്യാരക്ടറാണ് ഫഹദ് ഫാസിൽ. ഹാഫ് നൈസാണ്, അടിപൊളിയാണ്. ഷമ്മീനെയും രംഗണ്ണനെയും മിക്സിയിലടിച്ച ഫീല്. അത്യാവശ്യം നല്ല സ്പീസീസ് ഉണ്ട്. സ്പോൺ പോലെ ഇവരെല്ലാം ഈഗോൾ ആക്ച്വൽ അയ്യപ്പൻ കോശി വൈബ് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. അത്യാവശ്യം നന്നായിട്ട് മാസ് സീക്വൻസ് ഉണ്ട്, ഇമോഷണൽ സീക്വൻസ് ഉണ്ട്, CG ഒക്കെ അത്യാവശ്യം 3.5 മണിക്കൂർ എനിക്ക് പ്രത്യേകിച്ച് ലാഗ് തോന്നിയില്ലായിരുന്നു. പക്ഷെ പെട്ടെന്ന് നിർത്തിയ പോലെ ആയിപ്പോയി. കാരണം ഒരു പെട്ടെന്നാണ് ഡാപ്പിൽ വേദി കാണിച്ചത്. തേർഡ് പാർട്ടി വരുന്നുണ്ട് പുഷ്പ റാംപേജ്. സോ വേദി കാണുമ്പോൾ പുഷ്പ 1ൻ്റെ ആ ഒരു എനിക്ക് തോന്നുന്നു കുറേ പേർക്ക് ഹൈപ്പ് മീറ്റ് ചെയ്യാൻ പറ്റില്ല തോന്നുന്നു. ആക്ഷൻസ് ഒക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഉണ്ട്. മാസ് സീക്വൻസും വിഷ്വൽസും എല്ലാം തിയേറ്റർ സ്റ്റെപ്പാണ് മെറ്റീരിയൽ. കഫയുടെ ആറാട്ട് തന്നെയാണ്. കഫയുടെ ആറാട്ട് തന്നെയാണ്. തിയേറ്റർ സ്റ്റെപ്പാണ് മെറ്റീരിയൽ. നിങ്ങൾ തിയേറ്റർ ഒന്നും കാണാൻ എന്താ നഷ്ടമായിട്ട് ഫീൽ ചെയ്യില്ല. ബട്ട് ആ ഒരു എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്തില്ലാന്ന് തോന്നുന്നു. രശ്മിക എങ്ങനെയുണ്ട്? ഒരു 3 മിനിറ്റ് സീക്വൻസ് ഉണ്ട് ആക്ച്വലി. കൺട്രീസ് ആയാലും അത് നൈസ്, കയറിയൊക്കെ ഉണ്ടായിരുന്നു. കുറേ നല്ല സീക്വൻസ് ഉണ്ട്.